എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവോരങ്ങളിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പ്രിയപ്പെട്ടവരെ. ഞാനൊരു പാപിയായിരുന്ന മനുഷ്യനാണ്, എനിക്ക് പണം കിട്ടിയില്ല, എനിക്കെന്താണ് രോഗസൗഖ്യമോ അന്നുള്ളത് കിട്ടുന്നുണ്ടാവാം പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യനാ, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും പാപിയായിരുന്ന ഒരു മനുഷ്യനാ. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ എണ്ണമില്ലാത്ത പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചത് വഴി ആ നന്ദി കൊണ്ടാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്. ആ എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ, പരസ്യമായിട്ട് സ്തുതിക്കുന്നു. ആകിയാൽ നോക്കുവിന് ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് ഇങ്ങനെ സ്നാനമേറ്റ എന്റെ പ്രത്യാശ എന്തെന്നറിയാമോ? ഇന്ന് ഞാൻ മരിക്കുകയോ യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്തു കഴിഞ്ഞാല് അവൻ എന്റെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴും. 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ അവനോട് കൂടെ ചിറക് വിരിച്ച് പറന്നു വരും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മാത്രമല്ല നിങ്ങളെല്ലാവരും വരണം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം സ്വർഗത്തിൽ വരണം. നിങ്ങളെല്ലാവരും ദൈവത്തോടു കൂടെ മരണമില്ലാത്തവരായിട്ട് ജീവിക്കണം. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തണം. മരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ പൊന്മുഖം കണ്ടുകൊണ്ട് പറന്നു പോകണം. ഒരു പെൺകുട്ടി തന്റെ വിവാഹ ദിവസം അമ്മയപ്പന്മാരെ വിട്ടിട്ട് തന്റെ പ്രിയന്റെ മുഖം കണ്ടുകൊണ്ട് താൻ എങ്ങോട്ട് പോകുന്ന ഉറപ്പോടുകൂടി പിതൃഭവനെ വിടുമ്പോഴുള്ള ഹൃദയ സന്തോഷം പോലെ മരണ ദിവസം നിങ്ങൾക്കൊരു ഹൃദയാനന്ദം ഉണ്ടാകണം. ഇതാകുന്നു ഞങ്ങളുടെയും ദൈവത്തിന്റെ ആഗ്രഹം.